ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിയാസ് കളക്ഷൻസിൽ നിന്ന് ഞാൻ കുറച്ച് ഹെയർ ബോയും പിന്നെ കുറച്ച് ബണ്ണും ക്ലിപ്പും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിനടുത്തൊരു ചേച്ചി ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് കോൺടാക്ട് നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ അല്ല കേട്ടോ, ഈ ഫ്രണ്ടിൽ നിയാസ് കളക്ഷൻസ് എന്ന് എഴുതിയിരിക്കുന്നതിലുള്ള നമ്പറല്ല. ആ നമ്പർ ഇപ്പം മാറി, അപ്പോൾ വേറെ നമ്പറാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഓരോ റേറ്റും ഇതിനകത്ത് ഇടുന്നുണ്ട്, ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കും ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ മിക്കതും കസ്റ്റമൈസ് ചെയ്താണ് വാങ്ങിച്ചിട്ടുള്ളത്. കാര്യം ഞാൻ പറഞ്ഞ രീതിക്കാണ് കേട്ടോ ആ ചേച്ചി ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള മോഡൽ ഞാൻ പറഞ്ഞു, അതുപോലെയാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്ന ഓരോ സ്റ്റോൺസിൻ്റെ ഇതൊക്കെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷേ ഇതിനകത്ത് വരുന്ന സ്റ്റോൺസിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് റേറ്റ് വാങ്ങുന്നത് കേട്ടോ. പിന്നെ ഇത് ഈ ബണ്ണ് ഒരെണ്ണം 15 റുപ്പീസാണ് കേട്ടോ. ഇതൊരെണ്ണം ഇതിൽ കാണുന്ന കളറൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കളറൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ആ ചേച്ചി ചെയ്തു തന്നതാണ്. പിന്നെ ഇതൊരെണ്ണം 20 റുപ്പീസാണ് കേട്ടോ. ഒരു പീസ് 20 റുപ്പീസ് വെച്ചിട്ടാണ്. ഇതും ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത കളറാണ്, അതിനനുസരിച്ച് തന്നെയാണ് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കളർ പറയുമ്പോഴത്തേക്കും അവരതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ, അത് തന്നെയാണെന്നറിയാം. പിന്നെ ഇത് റെഡ് ബോയും ഗ്രീൻ ബോയും ഓരോന്ന് 50 റുപ്പീസ് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൽ ഗ്രീൻ ബോ അതിൻ്റെ സ്റ്റോൺ ഒരു എന്തുവാ സ്ക്വയർ അല്ല, പിന്നെ സ്ക്വയർ പോലെ തന്നെ പിന്നെയും ഷേപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ആ റെഡ് ബോ എന്ന് പറയുന്നത് കുഞ്ഞെന്തുവാ ഉരുണ്ട ഷേപ്പാണ് കേട്ടോ. അങ്ങനെ രണ്ട് ഷേപ്പിലുള്ള സ്റ്റോണാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് അടുത്തുള്ളത് ഇത് സിമ്പിളായിട്ടുള്ളൊരു ബോയാണ് കേട്ടോ. ഇത് സാധാരണ സ്റ്റീലിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു പൂ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഇളകി പോകത്തൊന്നുമില്ല, നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ കാണിച്ച ബോ 50 റുപ്പീസാണ് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ റേറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട്. പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. അത് രണ്ടിൻ്റെയും റേറ്റ് ഡിഫറൻസ് വരുന്നത് അതിൻ്റെ സ്റ്റോൺസിൻ്റെയൊക്കെ ഡിഫറൻസ് വരുമ്പോഴാണ് കേട്ടോ. പിന്നെ ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് കളർ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. പിന്നെ ബ്ലാക്ക് കളർ ബോയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് 100 റുപ്പീസാണ് ഈ ബോ. അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. എന്തായാലും ഞാൻ വാങ്ങിയ ബോയിൽ ഏറ്റവും കൂടുതൽ വർക്ക് വന്നത് ഈ ബോയാണ് കേട്ടോ. എനിക്കത് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെയാണ് നടുക്കുള്ള ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഇത് നമ്മൾ പണ്ട് വയ്ക്കുന്ന ടൈപ്പ് പണ്ടുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോൾ അതില്ലായിരുന്നു. പിന്നെ ആ ഒരു നൊസ്റ്റാൾജിയ മൊമെൻറ്റ്സിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതും അതുപോലെ തന്നെ ബട്ടർഫ്ലൈയും പിന്നെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബീഡാണ് വരുന്നത്. അതിൻ്റെ റേറ്റ് ഞാൻ താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോന്നും ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഈ ബട്ടർഫ്ലൈ ഷേപ്പൊക്കെ. പിന്നെ ഈ സംഭവം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് മറ്റേ ഈ നൂലിട്ട് നന്നായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം നന്നായിട്ട് ബലത്തിലിരിക്കുന്നുണ്ട്, അത് വലിച്ച പോരത്തുന്നുണ്ട്. കാര്യം ഇത് ഞാൻ മാത്രമല്ല എടുക്കുന്നത്, എൻ്റെ മോൻ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അവൻ ഇത് ഓരോന്നായിട്ട് ഇളക്കാൻ ശ്രമിക്കും, പക്ഷെ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഓരോന്ന് ഇത് വേണം ഇങ്ങനെ സ്റ്റോൺ വേണം, കളറൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. സ്റ്റോൺ അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ആ ചേച്ചി ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാൻ ആ ഇമേജിൽ കണ്ടതിനേക്കാളും നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം പോകും ഞാൻ വാങ്ങി. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഞാൻ നമ്പർ ഇനിയിപ്പം അതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ ലാസ്റ്റ് കാണുന്ന ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിമ്പിൾ ബോയാണ്, നല്ല സിമ്പിൾ ഡിസൈനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. ഇത് 30 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാനിത് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് വാങ്ങാം കേട്ടോ. പിന്നെ എന്തുവാ, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.